ഹലോ ഗായ്സ്, എല്ലാവർക്കും ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കാൻ പോണേ, കോൺ കട്ട്ലറ്റ്. ആദ്യം നമ്മൾ അതിന് കോൺ കട്ട് ചെയ്ത് വേവിച്ച് വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടറ്റോ സ്മാഷ് ചെയ്യണം. ആദ്യം നമുക്ക് ഈ കോൺ എടുത്തിട്ട് മിക്സി ജാറിലേക്ക് ആക്കാം. എന്നിട്ട് ഗായ്സ് നമ്മൾ അരച്ചെടുക്കാൻ പോവുകയാണേ. അത് കഴിഞ്ഞ് അരച്ച് വെച്ച സാധനം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. ഒരുപാട് പേസ്റ്റ് ആക്കരുത്, അത് തന്നെ റിപ്പീറ്റ്. അപ്പോൾ നമ്മളിതാ നെക്സ്റ്റ് ബാച്ച് എടുത്തിട്ടുണ്ട്, ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇത് പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. ഇനി നമ്മൾ ഇതിനകത്തുള്ള ഈ കോൺ മൊത്തം മിക്സിയിലിട്ട് ഇതേ പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ ആക്കിയിട്ട് കാണാൻ ആയി. അതായത് നമ്മൾ നല്ലൊരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ കോൺ ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ്, ആദ്യം ഉള്ളി ഇട്ട് കൊടുക്കണം, ചെറുതാക്കി കുഞ്ഞുകുഞ്ഞാന്ന് കണ്ടിരിക്കണം. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. അത് കഴിഞ്ഞ് അടുത്തത് നമുക്കുള്ളത് ക്യാപ്സിക്കമാണ് വരുന്നത്. പിന്നെ മല്ലിയില, പിന്നെ ഈ പച്ചമുളക് ഇത്രയൊക്കെ ഇടണ്ട, കുട്ടികളിലാണെങ്കിൽ കുറച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ എരിവ് കൂടിയാൽ പിന്നെ അവർ കഴിക്കില്ല. പിന്നെ വെളുത്തുള്ളി ഇടണം. പിന്നെ നമ്മുടെ ഗാർലിക്കും അരച്ച് വെച്ചതാണ്, അതിടണം. പിന്നെ നമ്മൾ ഈ സ്മാഷ് പൊട്ടറ്റോ, നേരത്തെ സ്മാഷ് ചെയ്ത് വെച്ചിരുന്ന പൊട്ടറ്റോ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മളിനി അതിനകത്ത് ആവശ്യമുള്ള പൊടികളാണ് ചേർക്കാൻ പോണത്. ഇത് കാശ്മീരി മുളക് പൊടി 2 സ്പൂൺ ഇടണേ. ഇതിപ്പോൾ മല്ലിപ്പൊടിയാണ്, ഇത് 1.5 ടേബിൾ സ്പൂൺ ഇട്ടോ. പിന്നെ ഇച്ചിരി ഫ്ലേവറിന് വേണ്ടി ഒരു നുള്ളു ജീരകപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ എടുത്തേക്കണേ. ഇത് ഗരം മസാല 1 സ്പൂൺ. ഇനി നമ്മൾ ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മിക്സറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മളൊരു നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് കടലമാവ് ചേർക്കണം. അതിലേക്ക് ഇനി കുറച്ച് നമ്മൾ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ. അരിപ്പൊടി തന്നെയാണ്, പക്ഷെ നമ്മൾ അപ്പത്തിന് എടുക്കണ അരിപ്പൊടി ഇടണേ. ലാസ്റ്റ് ഒരു ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. എന്നിട്ട് നമ്മളിനി അത് മിക്സ് ചെയ്യണം. നമ്മൾ നന്നായിട്ടത് കൈ കൊണ്ട് കൂട്ടിക്കുഴച്ച് കൊടുക്കണേ. എല്ലാം നല്ലോണം കൂട്ടി ഇളക്കണേ. നിങ്ങൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുഴയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാവും. ഞങ്ങൾ വേവിച്ച കറക്റ്റായില്ല, അതുകൊണ്ട് ഇച്ചിരി ഉടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നന്നായിട്ട് ഉടച്ചിട്ടിടാൻ നോക്ക്. അപ്പോൾ ഗൈസ്, നമ്മുടെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ആക്കി എടുക്കാം. ഗൈസ്, ഇതേപോലെ അങ്ങനെ കട്ടിയാവുകയാണ്. ഇത്തിരി വെള്ളം ചേർത്താൽ മതി, അധികം ചേർക്കരുത്. അത് ഭയങ്കര ലൂസാവാനും പാടില്ല, എന്നൊരു മീഡിയം രീതിയിൽ. ഇത് ഭയങ്കര കട്ടിയായിപ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കും ഒന്നും കൂടെ. അപ്പോൾ നമ്മളിങ്ങനെ ആക്കി വെച്ച മാവ് നമ്മൾ ഉരുട്ടിയിട്ട് ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ആക്കുക. ആദ്യം നമ്മൾ ഉരുട്ടുക, എന്നിട്ട് നമ്മൾ മറ്റേ കൈ വെച്ച് അമർത്തി ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ആക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ അതേപോലെ പ്ലേറ്റിലേക്ക് നിരത്തി അങ്ങ് വെച്ച് കൊടുക്കുക. അങ്ങനെ ആ ബാറ്റർ ഫുൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അതിപ്പോൾ നമ്മൾ 2 എണ്ണം ആക്കിയിട്ടുണ്ട്. നന്നായിട്ട് പ്രസ് ചെയ്യുക, ഓവറായിട്ട് പ്രസ് ചെയ്യരുത്, ഇങ്ങനെ അങ്ങ് പോകും. ഇച്ചിരി കട്ടിക്ക് തന്നെ മാവ് എടുത്തേക്ക് കയ്യിലേക്ക്. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് വരുവേ. അത് തന്നെ നമ്മൾ ആ ഫുൾ ഡോ ചെയ്യണം. അപ്പോൾ ഇത്രയും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമുക്കിനി എണ്ണയെ വറുത്തെടുക്കാം. ഇനി നമ്മൾ ചീഞ്ചട്ടി എടുത്ത് വയ്ക്കുക, അതിൻ്റെ വെള്ളം വറ്റാൻ വേണ്ടി വച്ചേക്കുവാണേ. അപ്പോൾ ഇത് ഇവിടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചീഞ്ചട്ടി ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാവേ. സോറി, ചെറിയൊരു തെറ്റ് പറ്റിയതാണ്. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണയൊന്ന് ചൂടാവട്ടെ കേട്ടോ. ഇനി എണ്ണ ചൂടാകുമ്പോൾ നമുക്കിത് ഓരോന്നോരോന്നിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യാമേ. അപ്പോൾ ഇത് എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്, നമുക്കിനി ഓരോന്നോരോന്നിട്ട് ഇട്ട് കൊടുക്കാവേ. ഇത് നമ്മുടെ ഫസ്റ്റത്തെ ഇട്ടു, സെക്കൻഡ് ഇട്ടു. ഇത് ചെയ്യുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെ ആരുടെയും സൂപ്പർവിഷനിൽ വേണം ചെയ്യാൻ, തന്നെ ചെയ്യരുത്. കൈയും കാലൊക്കെ പൊള്ളും, അതുകൊണ്ട് ഞാനല്ല ചെയ്യണേ, എൻ്റെ അമ്മയായിട്ടോ ഇതെനിക്ക് ചെയ്ത് തന്നെ. അപ്പോൾ ഇതാ ഇതേപോലെ കിടന്ന് തിളച്ച് മറയട്ടെ. നമുക്കതിന് വേവണ വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി, അല്ലേ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. ഒരുവിധം ആയി തോന്നുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് തിരിച്ചിട്ടോളണേ. ഇനി നല്ലോണം ഗോൾഡൻ കളറാണ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ബാച്ച് ആയിട്ടുണ്ട്. അതിന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം.
അപ്പോൾ ഗൈസ് നമ്മളിതാ ഫസ്റ്റത്തെ ബാച്ച് ഇടുവാണേ. എണ്ണ മൊത്തം കളഞ്ഞിട്ടിടണേ. എൻ്റെ ക്യാമറ ഇച്ചിരി ബ്ലറാണ്, കാര്യം ആ പുക അടിച്ചിട്ടാണേ. നമ്മൾ നമ്മുടെ ലാസ്റ്റ് ബാച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുവാണേ. ഇതാ ഇത്രയും നമ്മൾ ഉണ്ടാക്കിയത് വീഡിയോ കാണിച്ചത് കുറച്ചധികം സമയം എടുക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മളത് വീഡിയോയിൽ കാണിച്ചില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ലാസ്റ്റത്തെ 4-5 കാണുന്നില്ല, എണ്ണയിലിട്ടേക്കുന്നുണ്ട്. ഇത് നമ്മുടെ ലാസ്റ്റത്തെ ബാഡ്ജാണ്. ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഏകദേശം എന്താ ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ നമുക്ക് എടുക്കാട്ടോ അതിനകത്തുനിന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ കൂടുതലായ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളിതാ ഇനി ചായ ഉണ്ടാക്കാൻ പോണേ. ഈ നമ്മുടെ കോൺ കട്ട്ലറ്റിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ചായ. ഞങ്ങൾ വെറൈറ്റി ചായ ഉണ്ടാക്കണേ. ഇപ്പോൾ മാനിൽ വന്നിട്ട് നമ്മളിതാ ഈ പാലും വെള്ളവും എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചിട്ടാണ്, എല്ലാം കൂടി ഇട്ടിട്ട് അങ്ങ് അടുപ്പത്തേക്ക് വയ്ക്കും. എന്നിട്ട് അത് പൊന്തി വരുമ്പോൾ ചായയായി. വണ്ടർഫുൾ ഐഡിയ അല്ലേ? അപ്പോൾ ദേ നമ്മൾ പാലൊഴിച്ചു. ഇനി നമ്മൾ ചായപ്പൊടി ഇടാൻ പോവുകയാണേ. നമ്മൾ പാലടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരിത്തിരി ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തിരിയല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ചായപ്പൊടി ഇടാവേ. അപ്പോൾ അതേ നമ്മുടെ ലാസ്റ്റ് ബാഡ്ജ് നമ്മൾ പാത്രത്തിലേക്ക് ഇടുവാണേ. എണ്ണ നന്നായിട്ട് കളഞ്ഞിട്ടിടണേ. അമ്മ പറഞ്ഞ കേട്ടു, സോറി കഴിച്ച ഡയലോഗിന്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ഒരു കോലം കാണാനുള്ള ഒരു മിസ്റ്റേക്ക്. ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു. ഞാൻ സാധാരണ സംസാരിക്കുന്ന രീതി സംസാരിച്ച് പോണതാണ്. ഇത് ലാസ്റ്റത്തെ നമ്മുടെ റിസൾട്ടാണ്. എല്ലാം കൂടി ഉണ്ടാക്കുമ്പോൾ കാണുമ്പോൾ നല്ലതാണ്, നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് അറിയാൻ ബാക്കി എങ്ങനെയാണെന്ന്. എൻ്റെ കുഞ്ഞിനെ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവന് കഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലേ പൊന്നു? പൊന്നു ഇഷ്ടമാണോ ഇത്? പിന്നെ കഴിക്കണോ? എന്താ ആണോ? അറ്റോ നമ്മുടെ ചായ പൊന്താറാവുന്നുണ്ട്. ദേ പൊന്തി. ചായ പൊന്തിയിരിക്കുന്നു ഗൈസ്. അത് കിടക്കട്ടെ ഒന്ന് സെറ്റ് ആവാനായിട്ട്. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ ടേസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാൻ വന്നിട്ട് എൻ്റെ അനിയനാണ്. അപ്പോൾ ഇതാ ആദ്യം അവൻ്റെ കൊടുക്കാം. അതിങ്ങനെ ഇരട്ടെ. ശരി നോ ഇതാ സ്പെഷ്യൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ നല്ല ടേസ്റ്റാണ് ഞങ്ങൾക്ക്. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഇത് നമുക്ക് ടേസ്റ്റ് നോക്കാം കേട്ടോ. ചൂടുണ്ട്. ഒരു സോസിൻ്റെ കൂടെ കഴിക്കണം, നല്ല ടേസ്റ്റാണ്. ഇത് ചായ കുടിക്കണം. ചായയും ഇതും സൂപ്പറാണ്. അപ്പം നിങ്ങൾ കുട്ടികൾക്കൊക്കെ എന്തായി കൊടുത്തോളൂ, അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ ട്രൈ ചെയ്യൂ. സബ്സ്ക്രൈബ്, ലൈക്ക്, ബൈ.